നമസ്കാരം. പഹൽഗാം ചോരക്കളമാക്കിയത് ആരാണ്? ഈ TRF എന്ന ഈ കൊടും ഭീകര സംഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് പഹൽഗാമിലെ 26-27 ടൂറിസ്റ്റുകളെ വകവരുത്തിയത്, കൊലപ്പെടുത്തിയത് ആരാണ്? തീർച്ചയായിട്ടും ഉടൻ തന്നെ ഇവനൊക്കെ വെളിച്ചത്ത് വരും. ഇവനെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കും. വെടിവെച്ച് കൊല്ലില്ല, ഓടിച്ചിട്ട് പിടിക്കും. കാരണം TRFന്റെ ബാക്കി പദ്ധതികളെക്കുറിച്ചും TRF ഇനി നടത്താൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചും ഇതുവരെ നടത്തിയ പദ്ധതികളെക്കുറിച്ചും ഒക്കെ തന്നെ സൈന്യത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഒക്കെ തന്നെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കും ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട്. സുരക്ഷാ ഏജൻസികളാണ് ഈ ഒരു ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരുടെ രേഖാചിത്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഭീകരവേട്ട കൂടുതൽ എളുപ്പമാകും, എളുപ്പത്തിൽ തന്നെ ഇവരെ കണ്ടെത്താനാകും. ഇവരുടെ വ്യക്തമായ രേഖാചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നിൽ എന്ന് സംശയിക്കുന്ന 3 ഭീകരരുടെ പേരുകളും സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നിവരാണ് ഇവരെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ രേഖാചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആസിഫ് ഫൗജി, സുലൈമാൻ ഷാ, അബു തൽഹ എന്നിവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, നേരിട്ട് ഇടപെട്ട് ഈ ഒരു ഭീകരാക്രമണം നടത്തിയത് എന്നാണ് സുരക്ഷാ ഏജൻസികൾ ഇപ്പോൾ പറയുന്നത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ നിന്നുള്ള വിശദമായ ദൃക്സാക്ഷി വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ 3 ഭീകരരുടെയും രേഖാചിത്രങ്ങൾ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവർ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് 3 ഭീകരരാണ് എന്ന് സ്രോതസ്സുകൾ പറഞ്ഞിരുന്നു. ഇരകളെ വേർതിരിച്ച് പുരുഷ വിനോദസഞ്ചാരികളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. അതായത് നമ്മൾ നേരത്തെയൊക്കെ തന്നെ പറഞ്ഞതുപോലെ മതം നോക്കി മാത്രം ആക്രമണം നടത്തുന്ന, ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സംഘാംഗങ്ങളാണ് ഈ ഭീകരന്മാർ എന്ന് വ്യക്തമായിട്ടുണ്ട്. സമീപത്തുണ്ടായിരുന്ന പലരും ആക്രമികളെ നേരിട്ട് കണ്ടു. രേഖാചിത്രങ്ങൾക്ക് പുറമെ അക്രമികളിൽ ഒരാൾ ഓട്ടോമാറ്റിക് ആയുധം വഹിച്ചുകൊണ്ട് പുൽമേട്ടിലൂടെ ഓടുന്നതിന്റെ ചിത്രവും ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ദൃക്സാക്ഷി വിവരണങ്ങളുടെയും പ്രാഥമിക രഹസ്യാന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രേഖാചിത്രങ്ങൾ കുറ്റവാളികളെ തിരിച്ചറിയാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികളും അന്വേഷണ സംഘാംഗങ്ങളും ഇന്ത്യൻ സൈന്യവും ഒക്കെ തന്നെ പറയുന്നത്. അതായത് ഇന്ത്യയിൽ വന്ന് ഒരാക്രമണം നടത്തിയിട്ട് വെറുതെ കയ്യും കെട്ടി അങ്ങ് പാകിസ്ഥാനിലോട്ട് ചെന്നാൽ അവിടെ സ്വീകരിക്കും, അവിടെ വലിയ സ്വീകരണം ലഭിക്കും, അവിടെ സുരക്ഷിതമായി ഇരിക്കാൻ സാധിക്കും എന്നുള്ള മിഥ്യാധാരണയോട് കൂടിയാണ് ഈ കൊടും ഭീകരർ ഇന്ത്യയിലെത്തി ഇത്രയും ക്രൂരമായ ആക്രമണം നടത്തിയത്. ഇത് ഒരിക്കലും ഇന്ത്യൻ ജനതയ്ക്ക് അംഗീകരിക്കാവുന്നതല്ല. ശക്തമായ തിരിച്ചടി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു വേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ശക്തമായി സൈന്യവും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും ഒക്കെ തന്നെ നടത്തി വരികയാണ്. എന്താണ് അന്വേഷണ നീക്കങ്ങൾ, എന്താണ് സുരക്ഷാ ഏജൻസികളുടെ മറ്റ് നീക്കങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. അത് സുരക്ഷിത കാരണങ്ങളാൽ അതൊന്നും പുറത്തുവിടാൻ പറ്റില്ല. എന്തൊക്കെയായാലും ശരി, വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെ വ്യക്തമായ രേഖകളിലൂടെ വ്യക്തമായ വഴികളിലൂടെ ഇപ്പോൾ അന്വേഷണ സംഘം സഞ്ചരിക്കുകയാണ് ഈ കൊടും ഭീകരന്മാരെ പിടികൂടാനായിട്ട്. ഒപ്പം തന്നെ ഇവർക്ക് നേതൃത്വം നൽകിയ ആ കൊടും ഭീകരനെയും പിടികൂടും, ആ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെയും അടക്കം പിടികൂടാനുള്ള എല്ലാ നീക്കവും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രേഖാചിത്രങ്ങൾ കണ്ട് തിരിച്ചറിയുന്ന ആളുകൾ പോലീസിൽ അതിന്റെ വിശദാംശങ്ങൾ രഹസ്യമായി അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. അതായത് ഈ രേഖാചിത്രവുമായി സാമ്യം തോന്നുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അറിയിക്കാനുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. എത്ര ഒളിച്ചിരുന്നാലും, എത്ര പതുങ്ങിയിരുന്നാലും, എത്ര പ്രാവശ്യം പാകിസ്ഥാനിൽ പോയി ഏത് മടയിൽ ഒളിച്ചിരുന്നാലും ഇത് ഇന്ത്യയാണ്, ഇത് ഭാരതമാണ്. ഇവിടെ വന്ന് ഇത്തരം തെണ്ടിത്തരം കാണിച്ചിട്ട്, ഇവിടുത്തെ ജനതയെ ആക്രമിച്ചിട്ട്, ഇവിടുത്തെ പൗരന്മാരെ കൊന്നിട്ട് നീയൊന്നും സുഖിച്ചു വാഴാം എന്ന് വിചാരിക്കേണ്ട. അതിന് സമ്മതിക്കില്ല, അതിന് അനുവദിക്കില്ല. ഓരോ ഭീകരവാദിയും, ഇനി വരാൻ പോകുന്ന ഭീകരവാദിയും, ഇതുവരെ വന്നുപോയ ഭീകരവാദിയും അതൊക്കെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ആഗോള ഭീകരത ലോകത്തെ കാർന്നു തിന്നുന്നു. ആഗോള ഭീകരത ലോക സമാധാനം നശിപ്പിക്കുന്നു. പാകിസ്ഥാൻ പോലുള്ള തെമ്മാടി ഭീകര രാഷ്ട്രങ്ങൾ അതിനെ ഒത്താശ ചെയ്യുന്നു, അതിനെ റാൻ മൂടുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് എല്ലാവിധ പിന്തുണയും നൽകുന്നു. പക്ഷെ ഭാരതം അങ്ങനെയല്ല. ലോക സമാധാനത്തിന്, ലോകത്തിന്റെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം. ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ കാണിച്ചിട്ട് ബോംബിട്ടിട്ട് നീയൊന്നും കൈയും കെട്ടി കൈയും വീശി ചുമ്മാ നടക്കില്ല, ഉറപ്പാണ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ.
ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.